ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ പിൻപറ്റണം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടങ്ങൾക്ക് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടത്തെക്കാളും താൽപര്യത്തെക്കാളും താൽക്കാലിക കാര്യലാഭങ്ങളെക്കാളും പരിഗണനയും പ്രാധാന്യവും നൽകണം. അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കണം. അതിന് വിരുദ്ധമായതിൽ നിന്ന് അവ തിരിച്ചറിഞ്ഞ ആദ്യ നിമിഷത്തിൽ തന്നെ തിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കണം. ഇതാണ് തഖ്വയുടെ താൽപര്യം. ഇങ്ങനെയാണ് മുത്തഖിയുടെ ജീവിതം. ഈ ഒരടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടെ കൂടെ പരിശോധിക്കുകയും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താമസം വിന തിരുത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച ചർച്ച മനുഷ്യനോളം തന്നെ പഴക്കമുള്ള ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിങ്ങോട്ട് നമ്മൾ ഈ ജീവിക്കുന്ന വർത്തമാനകാല സാഹചര്യം ഉൾപ്പെടെയുള്ള മനുഷ്യജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീയെ എങ്ങനെ കാണണം, എങ്ങനെ നിർവചിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ പ്രയോജനപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പുരുഷ സമൂഹത്തിന് അവരുടേതായ ആഗ്രഹങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. മനുഷ്യ സഹജവും നൈസർഗികവുമായി ഉണ്ടായിട്ടുള്ള സ്ത്രീ പുരുഷ ഇടപെടലുകളെ സംബന്ധിച്ചാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്ഥിതിവിശേഷം കുറെ മുന്നോട്ട് പോയപ്പോഴാണ് പുരുഷന്മാരും സ്ത്രീകളും ഇതുപോലെ ഏതൊക്കെയോ അളവിൽ ഒരുമിച്ച് കൂടുകയും സംഘടിതമായി അവരുടെ ശക്തി ആർജിക്കുകയും ആ ശക്തിക്ക് ഫെമിനിസത്തിന്റേതായ സ്ത്രീവാദങ്ങളുടേതായ വ്യവസ്ഥകളും മേലൊപ്പുകളും ഉണ്ടാവുകയും എന്നിട്ട് അവരുടെ ഭാഗം അവരും ഓരോ ആവശ്യങ്ങളായി, നിലപാടുകളായി, തീരുമാനങ്ങളായി, അഭിപ്രായങ്ങളായി പുറത്തുവരികയും ചെയ്തത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ പരസ്പര ശത്രുതയോടെ പരസ്പരം പൊരുതേണ്ട രണ്ട് വിഭാഗങ്ങളായിട്ടല്ല സ്ത്രീയെയും പുരുഷനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. പുരുഷ മേധാവിത്വം സ്ത്രീകളെ അടിച്ചമർത്തുകയും സ്ത്രീ സമൂഹം ഫെമിനിസം ഒരു പുതിയ മുദ്രാവാക്യമായി കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുകയും അതിൽ നിന്ന് കൊതറി പുറത്തു ചാടുകയും ചെയ്യുന്ന ഇന്ന് ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും പയറ്റി യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും പരാജയം സമ്മതിച്ച ഒരു കാഴ്ചപ്പാട്, അതിലേക്ക് മനുഷ്യരെത്തിയത് എന്തുകൊണ്ടാണ് എന്നതിന് ഇസ്ലാമിന്റേതായ നിലപാടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് പറയുന്നത്, നാം ഏതൊരു വിഷയം പറയാൻ തുടങ്ങുമ്പോഴും പറയാറുള്ളത് പോലെ ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ആരാണ്?
ആ സംവിധാനങ്ങളൊക്കെയും എന്തിനു വേണ്ടി സജ്ജീകരിച്ചതാണ്? ആ സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയും സന്നാഹങ്ങൾ ഒരുക്കുകയും നമുക്ക് അവസരം നൽകുകയും ചെയ്ത ഇതിന്റെ ഉടമസ്ഥൻ, ഇതിന്റെ സ്രഷ്ടാവ്, ഇതിന്റെ വിധികർത്താവ്, അവൻ ഒരു ശക്തിയാണോ അതല്ല പല ശക്തികളാണോ? നമ്മൾ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനേ ഉള്ളൂ. ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലെ കാര്യങ്ങൾ ഇത്രയും വ്യവസ്ഥാപിതമായി നടക്കൂ. അങ്ങനെ ആ യജമാനൻ, ആ സൃഷ്ടാവ്, ആ ഉടമസ്ഥൻ ഈ പ്രപഞ്ചത്തെയും അതിലുള്ളതിനെ മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പോ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ മനസ്സിലാക്കിയതിനേക്കാൾ കുറച്ച് കടന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം, അതിന്റെ വേരറ്റം വരെ മാന്തിയാൽ നിങ്ങളൊരൊറ്റ നഫ്സിൽ നിന്ന്, ഒരൊറ്റ ആത്മാവിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ നിങ്ങൾ വേറെ എവിടെ നിന്നോ വന്ന വേറൊരു കൂട്ടരല്ല. വഖലഖ മിൻഹാ സൗജഹ. ആ അടിസ്ഥാന ഘടകത്തിൽ നിന്നാണ് അതിന്റെ ഇണയെ സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യന്റെ ആരംഭം ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ്. നിങ്ങൾ തമ്മിൽ തല്ലി ഒരാളുടെ മേൽ ഒരാൾ അധികാരം നേടേണ്ടുന്ന രണ്ട് സ്വതന്ത്ര അസ്തിത്വങ്ങളോ പരസ്പര ശത്രുക്കളോ അല്ല. ഇതാണ് ഈ വിഷയത്തിലെ ഒന്നാമത്തെ, വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. അതിന് ഒരുപാട് വിശദാംശങ്ങളുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇതേ കാഴ്ചപ്പാടിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കുറെ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മാനവ സമൂഹത്തിന്റെ ഏകത്വം, മാനവ സമൂഹത്തിന്റെ മഹത്വം, മാനവ സമൂഹത്തിന്റെ സമത്വം, മനുഷ്യ സമൂഹത്തിന്റെ ഓരോരുത്തരുടെയും ജീവന്റെ വില, ഈ ഓരോ കാര്യങ്ങളും, ഈ ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ ചർച്ച അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ മനുഷ്യരെ ഒരു ഏകകമായിട്ടാണ്, സ്ത്രീ പുരുഷന്മാരെ ഒരു ഏകകമായിട്ടാണ് ഖുർആൻ കാണുന്നത് എന്ന് പറയുക മാത്രമാണ് ഇപ്പോഴെന്റെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ സംഗതി, അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു അടിസ്ഥാനത്തിൽ നിന്ന്, ഒരു ഘടകത്തിൽ നിന്ന് ഒരാത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചു, അതിൽ നിന്ന് അതിന്റെ ഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. പിന്നെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് പെറ്റുപെരുകി ആണും പെണ്ണുമായി വംശാവലികൾ ഒരുപാടുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതേ ഖുർആൻ നമ്മോട് ഇനി രണ്ടാമത്തെ ഒരു ഘട്ടത്തെക്കുറിച്ച്, മനുഷ്യ സമൂഹത്തിന്റെ വേറൊരു ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? മനുഷ്യർ ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്ത്രീയുമുണ്ട്, പുരുഷനുമുണ്ട്. ഈ സ്ത്രീയും അതിന്റെ ഈ പുരുഷനും അവന്റെ യജമാനനെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീകളും അവരുടെ യജമാനനെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടു കൂട്ടരുടെയും യജമാനൻ ആരാണ്? സൃഷ്ടാവായ, ഉടമസ്ഥനായ, സംരക്ഷകനായ, അന്നദാതാവായ പ്രപഞ്ചനാഥൻ. അപ്പൊ ഈ രണ്ടു കൂട്ടരും ആ ഒരു കാര്യത്തിൽ സമന്മാരാണ്. അപ്പൊ സ്ത്രീ പുരുഷന്മാർക്ക് സമത്വമുള്ള ഒരു രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഫസ്തജാബ ലഹും റബ്ബുഹും, നമ്മൾ സാധാരണ പറയാറുണ്ട്, പിന്നെ എന്താണ്, പിന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമീനു ബിറബ്ബിക്കും എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ. പടച്ചവനെ, ഞങ്ങളൊരു വിളിയാളൻ, ഒരു വിളിക്കുന്നവന്റെ വിളി ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതിന് ഉത്തരം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമൂഹം അവരുടെ പിന്നെ പ്രബോധനത്തോട്, അള്ളാഹുവിന്റെ ദൂതന്റെ വിളിയോട് ഉത്തരം ചെയ്തതിനെ കുറിച്ചൊക്കെ ആലങ്കാരികമായി അവതരിപ്പിച്ച ആ ആയത്തിന് ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ ഈ നിലപാടിന് അള്ളാഹു ഉത്തരം നൽകി. വസ്തജാബ ലഹും റബ്ബുഹും, അവർക്ക് അവരുടെ റബ്ബ് ഉത്തരം നൽകി. എന്ത്? അന്നീ ലാ ഉളീഹു അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ ബഅ്ദുകും മിൻ ബഅദ്. ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ നാഥൻ അവർക്ക് ഉത്തരം നൽകി. അന്നീ ലാ ഉളീഹു അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ, നിങ്ങളിലുള്ള പ്രവർത്തിക്കുന്നവരായ ആണിന്റെയും പെണ്ണിന്റെയും, ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാരാണോ അവരുടെ ഒരാളുടെയും ഒരു അമലും ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല. അപ്പൊ പടച്ചവന്റെ മുമ്പിൽ ഇബാദത്ത് എടുക്കുമ്പോൾ പടച്ചവൻ ആ ഇബാദത്ത് സ്വീകരിക്കുന്നതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വിവേചനമില്ല. ഇതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ കാഴ്ചപ്പാട്. അതിനും വിശദാംശങ്ങളുണ്ട്, അത് പറയലിപ്പോ എന്റെ ഉദ്ദേശമല്ല.
മൂന്നാമത്തെ സംഗതി, ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാർ, അപ്പോ എല്ലാ മേഖലയിലും നമ്മളിപ്പോ ഈ സ്ത്രീവാദം, സ്ത്രീ സമത്വം, സ്ത്രീ പുരുഷ സമത്വം എന്ന് കൂടെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഉട്ടോപ്യ, ഒരു സങ്കല്പം മാത്രമാണ്. ഏത് ജീവികളുടെ കാര്യത്തിലും നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രകൃത്യാ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മറ്റ് ജീവജാലങ്ങളെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കാര്യത്തിൽ നമുക്കത് വേഗം മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരെ ഒന്നാക്കാനുള്ള, അവരെ രണ്ടു കൂട്ടരെയും സമമാക്കാനുള്ള ശ്രമം, സ്ത്രീകളോട് അനീതി ചെയ്യാനുള്ള ശ്രമം മാത്രമായിട്ടേ ഫലിക്കൂ. അങ്ങനെ സംഭവിക്കുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറയാം, നാടന്മാർക്ക് വേഗം മനസ്സിലാണ്, വലിയ തിയറിയൊന്നും വേണ്ട. വളരെ ലളിതമായൊരു ഉദാഹരണം. കുറെ മുമ്പ്, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, കുറെ മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോ സ്ത്രീകളുടെ വിപ്ലവം വർദ്ധിച്ചിട്ട് എന്തിനാ ഇപ്പൊ പെണ്ണുങ്ങൾ എന്താ ഒരു രണ്ടാംകരക്കാരായി കണ്ടിട്ട് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഈ എന്താണ് പ്രത്യേക ആരോഗ്യാവസ്ഥയിൽ പ്രത്യേക അവസ്ഥയിലുള്ള രീതിയിൽ ജനിക്കപ്പെട്ട ആളുകൾ, സ്ത്രീകൾ, അവരൊക്കെ നിങ്ങൾ എന്താണ് ഒരു രണ്ടാം തരക്കാരായി കാണുന്നത്? അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ താല്പര്യം എന്താണ്? സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്യൂ, ആണിനോ പെണ്ണിനോ ഒരു വിവേചനവും ഇല്ല, ഒരൊറ്റ ക്യൂ. എന്താ കേൾക്കുമ്പോ അതിങ്ങനെ ഒരു ചർച്ചയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണനയാണ്. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ കയ്യിൽ ഒരു കുഞ്ഞ്, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി കൂടെ ഉണ്ടാകും, കുസൃതി കളിച്ച്. ഒരു 1.5 or 2 വയസ്സുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയോടെ മാറിൽ പറ്റിപ്പിടിച്ച് അവളെ ഒന്നിനും സമ്മതിക്കാത്ത വിധം അത് കൂടെ ഉണ്ടാകും. ഈ 2 കുട്ടികളുടെയും ഇവളുടെയും ഉൾപ്പെടെയുള്ള ഒരു സാമാന്യം കനമുള്ള ഒരു ലഗേജ് കൂടെ ഉണ്ടാകും. ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഇത്തരം യാതൊരുവിധ ഭാരവുമില്ലാത്ത, ഒരു ഗാരേജുമില്ലാത്ത ആളുകൾ നിൽക്കുന്നത് പോലെ ക്യൂവിൽ ഇവരും നിൽക്കണം. എന്നിട്ട് അവർക്ക് അവസരം വരുമ്പോൾ അവർ ടിക്കറ്റ് വാങ്ങണം. അപ്പോ ഈ വിപ്ലവം കൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്ക് സ്വന്തമായിട്ടൊരു ക്യൂ ഇല്ലാത്തത് ഒഴിവായിപ്പോയതല്ല ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. സ്ത്രീ പുരുഷ സമത്വം എന്ന സിദ്ധാന്തം നമ്മളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നടപ്പിലാക്കിയാലും അവിടെ സ്ത്രീകൾക്ക് അധികഭാരം വരികയും താങ്ങാനാവാതെ വരികയും ചെയ്യും എന്ന് പ്രപഞ്ചനാഥൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വമല്ല മുന്നോട്ട് വെക്കുന്നത്. ചില മേഖലയിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ മുന്നിലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു, എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വേറെ ചില കാര്യങ്ങളിൽ പുരുഷൻ കൈകാര്യകർത്താവാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങളിൽ ഇവർ 2 കൂട്ടരും കൈകാര്യം ചെയ്ത് തുല്യ ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ അങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്? ആ റസൂലുള്ളാഹിയുടെ മറുപടി എന്താ? എന്റെ ഉമ്മയോട്. ശരി, പിന്നെ ആരോടാണ്? നിന്റെ ഉമ്മയോട്. 3 പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചു. ഈ 3 പ്രാവശ്യവും ഇതേ ഉത്തരം പറഞ്ഞതിന് ശേഷം 4ാമതാണ് പറയുന്നത് നിന്റെ ഉപ്പയോട്. വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ. അപ്പോ ഈ മാതാപിതാക്കളോട് മനുഷ്യനെ അള്ളാഹു ചെയ്തിട്ടുള്ള ഉടമ്പടി, വസിയ്യത്ത്, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഉള്ള വസിയ്യത്ത് എടുത്തു പറയുമ്പോ മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം സവിശേഷമായിട്ടൊരു വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു എടുത്തു പറയുമ്പോ തൊട്ടുടനെ പറയുന്നത് എന്താ? ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മാതാവ് ഇവരെ ഗർഭിണിയായ ആ ഡേറ്റ് തെറ്റിയ നിമിഷം മുതൽ ഈ പ്രസവിക്കുന്ന നിമിഷം വരെ, പ്രസവം കൊണ്ടും തീരുന്നില്ല, പിന്നെയും ഏകദേശം ഒരു 2 വർഷം, ആ 2 വർഷവും പോരാ ഒരു കുഞ്ഞിന്. ഈ കാലയളവിലൊക്കെ കുഞ്ഞ് എന്ത് സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞാലും മാതാവിന്റെ കൂടെ ആയിരിക്കണം. കാരണം സ്ത്രീയും പുരുഷനും സമമല്ല. പുരുഷന്റെ ശരീരത്തിലില്ലാത്ത പല അവയവങ്ങളും സ്ത്രീക്ക് സവിശേഷമായിട്ടുണ്ട്. ആ അവയവങ്ങൾക്കൊക്കെ അവയുടേതായ തേട്ടമുണ്ട്, അവയുടേതായ ചുമതലയുണ്ട്, അവയുടേതായ ബാധ്യതയുണ്ട്. ആ റിസ്ക് ആ സ്ത്രീ എടുക്കുന്നതിന് ഇസ്ലാം തുല്യമായ പദവി നൽകിയതുകൊണ്ട് ആരോടാണ് എന്റെ ചുമതല, ഏറ്റവും വലിയ കടപ്പാട് എന്ന ചോദ്യത്തിന് 3 പ്രാവശ്യം ഉമ്മയും 4ാമത് ഉപ്പയും വരുന്ന ഒരു ഫോർമുല തന്നെ ഇസ്ലാം അവതരിപ്പിച്ചു. ഈ റിസ്കിന് കോമ്പൻസേറ്റ് ചെയ്യാൻ,
ഈ അവരെടുക്കുന്ന അധിക ഭാരത്തിന് അവർക്ക് അധിക പ്രതിഫലം ലഭിക്കാൻ. അതിനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതും ആ ഒരാശയത്തിലാണ്. അപ്പൊ അവിടെ സ്ത്രീ പുരുഷ സമത്വമല്ല, പുരുഷനേക്കാൾ വലിയ മഹത്വം സ്ത്രീക്ക് നൽകിയ സന്ദർഭമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ സൃഷ്ടിച്ച നാഥന് മനുഷ്യന്റെ പ്രകൃതി അറിയാം. ആ പ്രകൃതിയെയാണ്, ആ പ്രകൃതിയുടെ തേട്ടങ്ങളെയാണ് ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അഭിസംബോധന ചെയ്തിട്ട് പല നിയന്ത്രണങ്ങളും പലർക്കും വെച്ചു. ചില നിയന്ത്രണങ്ങൾ സവിശേഷമായി സ്ത്രീക്കും വെച്ചു. അങ്ങനെയാണല്ലോ ഉള്ളത്. എല്ലാ നിയന്ത്രണവും പുരുഷൻ സ്ത്രീക്കാണ് എന്നാണോ? അല്ല. കുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാ ലഹും. ഉദാഹരണത്തിന് സൂറത്തുൻ നൂറിൽ അല്ലാഹു പെരുമാറ്റ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പുരുഷന്മാരോട് പറയുക, കുല്ലിൽ മുഅ്മിനീൻ എന്ത് യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, അവരുടെ കണ്ണുകൾ നിയന്ത്രിക്കണം. അവരൊരു അന്യ സ്ത്രീയെ കണ്ടാൽ ജീവിതത്തിലെ ആദ്യത്തെ അവസരമാണെന്നും ഇനി ഒരിക്കലും ഇവരെ കാണാൻ കിട്ടുകയും ഇല്ലെന്നുമുള്ള മട്ടിലുള്ള ആ നോട്ടം നോക്കരുത്. പകരം ഒരൊറ്റ നോട്ടം അനുവദനീയമാണ്, പിന്നെയുള്ള നോട്ടം നിഷിദ്ധമാണ്. അതുകൊണ്ട് പുരുഷന്മാരോട് റസൂലെ, പ്രവാചകരെ പുരുഷന്മാരോട് പറ അവരവരുടെ കണ്ണുകൾ താഴ്ത്തണം, അവരവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കണം. അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നവനാകുന്നു നാഥൻ. അപ്പൊ പുരുഷന്മാർക്ക് നിയന്ത്രണമുണ്ട്. തൊട്ട് ഉടനെ പറയാണ് വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. എന്നിട്ട് അപ്പൊ ആണുങ്ങളോട് പറയാത്ത കുറച്ചുകൂടി അധികം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണത്? സ്ത്രീകളോട് നിങ്ങൾ പറയണം, അവരുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണം, നോട്ടങ്ങൾ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ സൂക്ഷിക്കണം, ചാരിത്രം സംരക്ഷിക്കണം. അതുമാത്രമല്ല, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അവരുടെ അലങ്കാരം, അവരുടെ സീനത്ത് മറക്കണം. നൈസർഗികമായി തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, പുരുഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കാണുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് വികാരമുണ്ടാവാം എന്നതാണ് പുരുഷന്റെ പ്രകൃതം. എല്ലാ ജീവജാലങ്ങളിലും സ്ത്രീ പുരുഷർ തമ്മിലുള്ള ആകർഷണം വംശാവലികളുടെ വർധനവിന് ആവശ്യമായതുകൊണ്ട് നൈസർഗികമായി പടച്ചവൻ നിക്ഷേപിച്ച ഒരു സവിശേഷതയാണ്, ദൗർബല്യമല്ലാതെ അതൊരു സവിശേഷതയാണ്. ആ സവിശേഷതയെ ആ സവിശേഷതകളെ മനസ്സിലാക്കി നിയന്ത്രണങ്ങൾ കൊണ്ട് മറികടക്കുകയാണ് വേണ്ടത്, അതിന്റെ പരിക്കുകളെ മറികടക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? പുരുഷൻ മറക്കുന്നതിനേക്കാൾ കൂടുതൽ മറക്കണം. അപ്പൊ സ്ത്രീയെ കണ്ടാൽ മതി പുരുഷന് എന്ന് പറഞ്ഞാൽ ദർശനമാണ് പുരുഷന് വികാരമുണ്ടാക്കുന്ന, ദർശനം മതി പുരുഷന് വികാരമുണ്ടാക്കാൻ മതി എങ്കിൽ സ്പർശനം വേണം സ്ത്രീക്ക് വികാരമുണ്ടാവാൻ. അപ്പൊ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കാൻ പാടില്ല, കൈകൊടുക്കാനും പാടില്ല. ആ ശരീരത്തിന്റെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യിക്കാമെന്നും പരസ്പരം സ്പർശിക്കാമെന്നും വേറെ ചില ഭാഗങ്ങൾ തമ്മിൽ സ്പർശിക്കാൻ പാടില്ലെന്നും പറയുന്നതിന് ഒരു ലോജിക്കുമില്ല. യഥാർത്ഥത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ നിമിഷത്തിൽ ഇല്ലെങ്കിൽ അവസാനം വരെയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ഇതൊക്കെ പരിശോധിച്ച രാജ്യങ്ങളിൽ, പയറ്റിത്തെളിഞ്ഞ രാജ്യങ്ങളിൽ അവരെത്തിച്ചേർന്ന നിഗമനം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്ത്രീക്ക് പുരുഷനെ കണ്ടാൽ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും സംഭവിച്ചില്ലെങ്കിലും പുരുഷൻ സ്ത്രീയെ കാണുന്നത് തന്നെ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കും എന്നതുകൊണ്ട് സ്ത്രീയോടും പുരുഷനോടും കണ്ണ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം സ്ത്രീയോട് കുറച്ചുകൂടി കൂടുതൽ നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ മറക്കണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. മറക്കേണ്ടതൊക്കെ മറച്ച ശേഷം സ്വാഭാവികതയിൽ പുറത്തു കാണാൻ സാധ്യതയുള്ളതേ പുറത്തു കാണാവൂ. ഇല്ലാ മാ ളഹറ മിൻഹാ എന്നത് വേറെ ഒരു ചർച്ചയാണ്. പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇപ്പൊ കടക്കാൻ നേരമില്ല. എന്നിട്ട് അള്ളാഹു കുറച്ചുകൂടി മുന്നോട്ട് കടന്നു പറയാണ്, വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. അവരവരുടെ മുഖമക്കന മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. ഈ വേഷം പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതൊരു 10 മീറ്റർ, ഒരു അര മീറ്ററോ അതിൽ താഴെയോ വീതിയുള്ള ഒരു 10 മീറ്റർ ശീലയുള്ള നീളമുള്ള ഒരു ശീല ചുറ്റിയതിന്റെ മേലെ ഇങ്ങനെ ആവർത്തിച്ച് ചുറ്റുന്നതിനെ പറ്റിയല്ല അള്ളാഹു പറയുന്നത്.
അങ്ങനെ ചുറ്റിയതിന്റെ മേലെ എത്ര ചുറ്റിയാലും പടച്ചവൻ ഈ വേഷവിധാനത്തിന് വെച്ച ഉദ്ദേശം എന്തോ അത് നടക്കൂല. അപ്പൊ സ്ത്രീക്കൊരു വേഷം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടെ അതിന്റെ മറ്റ് അത്യാവശ്യ വിശദാംശങ്ങളും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കൂട്ടത്തിൽ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം, ആർഭാടം, സൗന്ദര്യം കൊട്ടിഘോഷിക്കുന്ന വിധം കാല് നിലത്തടിച്ചവർ നടക്കരുത് എന്നുവരെയുണ്ട്. അപ്പൊ സ്ത്രീക്ക് പുരുഷന് പറഞ്ഞതിനേക്കാൾ ചില നിയന്ത്രണങ്ങൾ പ്രകൃതം പരിഗണിച്ച്, പ്രകൃതിയായുള്ള വ്യത്യാസം പരിഗണിച്ച് സ്ത്രീക്ക് പറഞ്ഞിരിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകരെ, താങ്കളോട്, താങ്കളുടെ പത്നിമാരോടും വിശ്വാസിനികളോടും അവരുടെ മേൽമുണ്ട് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മേൽമുണ്ട് അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന് നിർദ്ദേശിക്കണം എന്ന് പറയുന്നുണ്ട് ഖുർആൻ മറ്റൊരിടത്ത്. അപ്പൊ അവര് അവർ മാന്യതയുള്ളവരാണ് എന്നറിയാൻ അതുപകരിക്കും. അപ്പൊ വേഷം വളരെ പ്രധാനമാണ്. ഇങ്ങനത്തെ അധ്യാപനങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാൽ, പുരുഷന് നിയന്ത്രണങ്ങളുണ്ട്, പുരുഷനെ വെക്കേണ്ട നിയന്ത്രണങ്ങളുടെ സ്വഭാവത്തിൽ. സ്ത്രീക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ത്രീയുടെ പ്രകൃതവും ആ സ്ത്രീക്ക് സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യത്തിന്റെ തേട്ടവും അനുസരിച്ച് അനിവാര്യമായും സ്ത്രീക്ക് നൽകപ്പെട്ട പല ഘടകങ്ങൾ പരിഗണിച്ച് സ്ത്രീക്ക് നിയന്ത്രണമുണ്ട്. ഇങ്ങനത്തെ ഇത്തരം ആചാര മര്യാദകളെ സംബന്ധിച്ച് മതത്തിന്റെ ഒരു മാറാപ്പ്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ അടിമകളാക്കാനുള്ള ഒരു തന്ത്രം, ഒരിക്കലും തീരാത്ത സ്ത്രീ പീഡനത്തിന്റെ ഒരു വല്ലാത്ത വഴി എന്നൊക്കെ മതങ്ങളെ പറ്റി ആക്ഷേപിക്കുകയും, ലിബറൽ സ്പേസിൽ, ലിബറൽ ഇടങ്ങളിൽ സ്ത്രീ വളരെ സ്വതന്ത്രയാണ്, സ്ത്രീക്ക് സമത്വം ലഭിക്കുന്നു, സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്തിരുന്നു കുറെ കാലമായിട്ട്. ഇന്നിപ്പോ കേരളത്തിലെ സിനിമാ മേഖലകളിൽ നിന്ന് എലികളുടെ മാളത്തിൽ വെള്ളം കയറിയാൽ ഉണ്ടാകുന്നത് പോലെ നാനാ ദിക്കുകളിൽ നിന്ന് തുരുതുര പലതും വന്നുകൊണ്ടിരിക്കുമ്പോ മതമേഖലകളിൽ സ്ത്രീ അരക്ഷിതാവസ്ഥയിലാണെന്നും, പൊതു ഇടങ്ങളിൽ, ലിബറലിസത്തിന്റെ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ വളരെ സ്വാതന്ത്ര്യത്തിലാണെന്നും, മതമേഖലയിൽ സ്ത്രീകൾ അടിമകളാണെന്നും, ലിബറലിസത്തിന്റെ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സ്വതന്ത്രരാണെന്നുമുള്ള അവകാശവാദങ്ങളുടെ നിജസ്ഥിതിയാണ് ലോകമറിയുന്നത്. ഒരിക്കലും നമുക്ക് ഇതിലൊരു ഞെട്ടലുമില്ല. കാരണം ഇതിലും വലുത് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പ്രപഞ്ചനാഥൻ മനുഷ്യർക്കിടയിൽ വെച്ച പെരുമാറ്റ മര്യാദകൾ കാറ്റിൽ പറത്തിയാൽ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിട്ട പാലിക്കാതിരുന്നാൽ എന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യനെ വിപണിയിൽ ഇറക്കിയ ഈ കമ്പനി മനുഷ്യൻ എന്ന ഈ ഉൽപ്പന്നത്തോടൊപ്പം വല്ല കാറ്റലോഗും ഇറക്കിയിട്ടുണ്ടോ എന്ന് ഇവർ നോക്കട്ടെ. ഏത് കമ്പനിയുടെയും കാറ്റലോഗ് അനുസരിച്ചാണ്, അതിന്റെ നിയമാവലി അനുസരിച്ചാണ് ഏത് ഉൽപ്പന്നത്തെയും പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ, മനുഷ്യൻ എന്ന ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ഉൽപ്പന്നങ്ങളെ വിപണിയിലിറക്കിയ ഇതിന്റെ കമ്പനി ഈ മനുഷ്യനോടൊപ്പം വല്ല നിയമാവലിയും ഇറക്കിയിട്ടുണ്ടോ? ആ നിയമാവലി ഈ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വല്ല മാർഗനിർദ്ദേശവും നൽകിയിട്ടുണ്ടോ? എങ്കിൽ ആ മാർഗനിർദ്ദേശം ഒരു മതത്തിന്റെ മാറാപ്പായിട്ട് കാണാതെ അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയായിട്ട് കാണാൻ ഇനിയെങ്കിലും മാനവ സമൂഹത്തിന് കഴിയണം. എന്നിട്ട് അഴിഞ്ഞാടി നടക്കുന്ന ആളുകൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അന്ന് വരെ തന്റെ കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിപ്പറയുമ്പോ അവർ വലിയ മഹതികളായി മാറുകയും ഇവർ ആകെ പ്രതികളായി തീരുകയും ചെയ്യുന്ന വിരോധാഭാസമുണ്ടല്ലോ, അതൊന്നും നീതിയുടെ തേട്ടമല്ല. നീതിയുടെ തേട്ടം എന്താന്ന് വെച്ചാൽ, പരിധി വിട്ട് പ്രവർത്തിച്ചവരാരൊക്കെയോ അവരൊക്കെയും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം. രണ്ടു കൂട്ടരും ഒരുപോലെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാതെ തിന്മകൾ മാസങ്ങളോളമോ വർഷങ്ങളോളമോ മൂടിവെക്കപ്പെടുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ രാജ്യത്ത് നിയമം മനുഷ്യരുണ്ടാക്കിയ നിയമമാണെന്ന് മാത്രമല്ല, മനുഷ്യൻ പല വികാരങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ നിയമമായതുകൊണ്ട് അതിന്റെ അസന്തുലിതത്വം ഒറ്റ നോട്ടത്തിൽ പ്രകടമാണ്. ആ അസന്തുലിതത്വം പ്രകടമാകുന്നത് നമ്മളുടെ ഓരോ മേഖലയിലും അനീതി നിറയാൻ കാരണമാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീകൾ പരസ്പരം മിത്രങ്ങളും സഹായികളുമാണ്. അവർ രണ്ടുകൂട്ടരും നമസ്കാരം നിലനിർത്തുന്നു, സക്കാത്ത് നൽകുന്നു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു.
ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരെയൊക്കെയും അള്ളാഹു അവരോട് കരുണ കാണിക്കും. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ജീവിതത്തിന്റെ ഇടങ്ങളുണ്ട്. പരസ്പരം സഹവർത്തിക്കേണ്ടതുണ്ട്, ആ സഹായികളാവേണ്ടതുണ്ട്, ആത്മമിത്രങ്ങളാവേണ്ടതുണ്ട്. ഈ സഹകരണത്തിന്റെ സാധ്യതകളെ ഇസ്ലാം അടച്ചു കളഞ്ഞിട്ടില്ല. ഈ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഇടങ്ങളെ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. പരസ്പര പങ്കാളിത്തത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾ വെളിച്ചം കാണാത്ത ഇരുട്ടറകളിൽ ജീവിതകാലം മുഴുവനും ഇരിക്കണം എന്ന് ഖുർആൻ ക്ഷണിച്ചിട്ടില്ല, ഇസ്ലാം നിർബന്ധിച്ചിട്ടില്ല. പകരം നിങ്ങൾക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഇടങ്ങളുണ്ട്. അവിടെ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അള്ളാഹുവിന്റെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ സമൂഹത്തിന്റെ ധാർമ്മികവൽക്കരണ പ്രവർത്തനങ്ങളിൽ രണ്ടു കൂട്ടർക്കും ഇടമുണ്ട്. പക്ഷേ അതിന് ചില പെരുമാറ്റ മര്യാദകളുണ്ട്. ഈ പെരുമാറ്റ മര്യാദകൾ പുരുഷന്മാർക്കുമുണ്ട്, സ്ത്രീകൾക്കുമുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതത്തിലുള്ള വ്യത്യാസം ഈ മത നിയമങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു അപൂർവ പ്രതിഭാസമല്ല. നിങ്ങൾ ഈ ലാബിലൊക്കെ പോയിട്ട് പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലെ പല ഘടകങ്ങളുടെയും പരിശോധന നടത്താൻ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുമല്ലോ ഈ ലാബുകളിൽ നിന്ന്, ലബോറട്ടറികളിൽ നിന്ന്. അത് നിങ്ങൾ നോക്കൂ. അവിടെ പല ഘടകങ്ങളും സ്ത്രീകൾക്ക് ഇത്ര ശതമാനമാണെങ്കിൽ പുരുഷന്മാർക്ക് ഇത്ര വ്യത്യാസമുണ്ട്. അപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിൽ ഗർഭപാത്രത്തിൽ ബീജവും അണ്ടവും തമ്മിൽ സങ്കലനം നടത്തി രൂപപ്പെടുന്ന ആദ്യ നിമിഷം മുതൽ ജീവിതത്തിന്റെ അവസാന സ്റ്റേജ് വരെ സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് അസ്തിത്വങ്ങൾ പ്രകൃത്യാ വലിയ അന്തരമുണ്ട്. ഈ അന്തരം മാനിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും നീതി ലഭ്യമാകുന്ന ഒരു കാഴ്ചപ്പാട് നൽകാൻ പ്രപഞ്ചനാഥനെ കഴിയൂ. പുരുഷന്മാരെല്ലാവരും കൂടി സംഘടിച്ച് നിയമമുണ്ടാക്കുമ്പോൾ സ്ത്രീ ഒരു ചൂഷണ ഉപകരണമായി മാറും. സ്ത്രീകൾ എല്ലാവരും കൂടി സംഘടിച്ചിട്ട് പുരുഷന്മാർക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സ്ത്രീയും പുരുഷനും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് LGBTQ+ പോലെയുള്ള തലതിരിഞ്ഞ വാദഗതികൾ സമൂഹത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായ സംവിധാനങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിന്നാൽ പിന്നെ വഴിവിട്ട സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കാനില്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ഘടകങ്ങൾ ഉൾച്ചേർന്ന ഒരു വിഷയമാണിത്. ഇതിനെപ്പറ്റി ഞാൻ ഇപ്പൊ പറയുന്നത് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ചിന്തിക്കുന്നിടത്തും സ്വതന്ത്രമായി വ്യവഹരിക്കുന്നിടത്തും സ്വാതന്ത്ര്യവും സമത്വവും സമാധാനവും മാത്രമേ അവർക്ക് കിട്ടൂ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ പോയത്, സമത്വമില്ലാതെ പോയത്, നീതിയില്ലാതെ പോയത് മതത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വിധേയമായതുകൊണ്ടാണ് എന്ന് വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നൊരു പ്രശ്നം അവിടെ ഉത്ഭവിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് സ്ത്രീയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇസ്ലാം സംസാരിക്കുന്നതും ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രസക്തമാകുന്നതും അതേ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ആ ഒരർത്ഥത്തിലുള്ള പഠനവും വിചിന്തനവും സമൂഹം നടത്തേണ്ടതുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ മേഖലകളിലെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിന്, അതേസമയം സമൂഹത്തിൽ അതിന്റെ താളം തെറ്റിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ നിയമവ്യവസ്ഥകൾ വെച്ചോ അത് പഠിക്കാൻ, അത് പകർത്താൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകണം. അങ്ങനെ നീതി പുലരുന്ന, സ്വാതന്ത്ര്യവും നീതിയും പുലരുന്ന ഒരു സാമൂഹിക ക്രമം സാധ്യമാകുന്നതിന് ഈ നിലപാടുകൾ തുണക്കും എന്ന ഉറപ്പോടെ ആ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, സന്മനസ്സ്, സന്നദ്ധത, സാഹചര്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കൊക്കെയും നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകളെ നീ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ സുപരിചിതരായ, വളരെ അടുത്ത് ഇടപഴകിയിരുന്ന, ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ ഓരോ ദിവസവും വിടപറയുന്ന കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നേരത്തെ തന്നെ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്രയായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, വിശ്വാസി സമൂഹത്തിലെ ഓരോരുത്തരും അവർക്കൊക്കെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين
إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في غزة اللهم كن معهم ولا تكن عليهم اللهم انصرهم ولا تنصر عليهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه